ചെന്നൈ സൂപ്പർ കിങ്സ് തൂറി തോക്കാൻ വേണ്ടി ജനിച്ച ടീമാണ്. അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല സാർ. ഇന്നത്തെ കളിയും തൂറിത്തോറ്റ്, അങ്ങനെ തൂറിത്തോറ്റ് അവര് മടങ്ങി. ഇന്നത്തെ കളി ജയിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് പ്ലേ ഓഫിൽ കയറാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. എത്ര പേര് വിശ്വസിക്കുന്ന അറിയില്ല. നെക്സ്റ്റ് കളി പഞ്ചാബ്, രാജസ്ഥാൻ റോയൽസ്, KKR ഇവര് തോറ്റു കഴിഞ്ഞാൽ ചെന്നൈ പ്ലേ ഓഫിൽ കയറി. എന്നാ ചെന്നൈക്ക് ജയിക്കാനുള്ള ഭാവമില്ല. ഹോൾ യൂണിവേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പ്ലേ ഓഫിൽ കയറ്റാൻ വേണ്ടി ഉന്തിത്തള്ളി വിടുകയാണ്, മൂടും താങ്ങിയിട്ട്. എന്നാൽ ചെന്നൈക്ക് ഞങ്ങൾ തൂറിത്തോക്കാൻ വേണ്ടി ജനിച്ചതാണ് സാർ. ഇനിയിപ്പോ ജേഴ്സിയുടെ കളറ് മഞ്ഞായോണ്ടാണോ ഈ തൂറിത്തോക്കലിനോട് ഇത്രയും ഫേവറേറ്റീസ് എന്ന് എനിക്ക് അറിയില്ല. ഒരു ഇന്റന്റ് ഞങ്ങൾക്ക് ജയിക്കണം, ഞങ്ങളുടെ ഫാൻസിന് വേണ്ടി ഞങ്ങൾക്ക് ജയിക്കണം, ഞങ്ങളുടെ ജേഴ്സിക്ക് വേണ്ടി ഞങ്ങൾക്ക് ജയിക്കണം. LSD ഒക്കെ ഭേദം. ഈ ഇജാതി അലവലാദികളാണ് അടിവാരത്ത് നിൽക്കാനുള്ള യോഗ്യന്മാര്. ജയിക്കില്ല എന്നൊക്കെ അറിയാം, എന്നാലും അതിനു വേണ്ടി ഒരു ഫൈറ്റ്, പൊരുതി തോറ്റ പോട്ടെന്ന് വെക്കുന്നെങ്കിലും പറയാൻ അവസാന കളി ഫോർ ദ ഫാൻസ്. പക്ഷെ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ ഫാൻസ് കളി കണ്ട് സമയം കളയരുത്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് കളി തീർത്തരാൻ വേണ്ടിട്ട് വേഗം കളി തീർത്തന്നിട്ട് പോയിട്ടുണ്ട്. നന്ദി, നമസ്കാരം. ജട്ടിയുടെ ഒപ്പമായിരുന്നു ഇന്നത്തെ കളി. ഗുജറാത്ത് ടൈറ്റൻസ് കഴിഞ്ഞ കളി ചെപ്പോക്കിൽ വെച്ച് നടന്നപ്പോ ശുഭ്മാൻ ഗിൽ ജയിച്ചുകൊണ്ട് വിസിലടിച്ച് ഞങ്ങളെ കളിയാക്കി. ഞങ്ങളെ റിവെഞ്ചിന് വന്നതാണ്. ആമ്പിള്ളാര് കളി ജയിച്ചിട്ട് പലതും കാണിക്കും. അതിന് ആംപിയർ ഇല്ലാത്തവന്മാര് വർത്താനം പറയാൻ നിൽക്കരുത്. അവര് റിവെഞ്ച് എടുക്കാൻ വന്നിരിക്കും. കഴിഞ്ഞ കളി പിന്നെയും തോറ്റു, ഇത് തൂറിത്തോറ്റു. എന്നിട്ട് വിസിലടിക്കും, ചിലപ്പോ ചെകിടത്തടിക്കും, തന്നാ മേടിച്ചിട്ട് പോവാ, അത്ര തന്നെ. കളിക്കാനുള്ള കഴിവുമില്ല, വായ്ത്താളത്തിന് ഒരു കുറവുമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവന്മാര് എന്തോന്നിത്. IPL തുടങ്ങിയ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് ഇനിയുള്ള കുറച്ച് മാസം എൻജോയ് ചെയ്ത് ടെൻഷനൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ടിരിക്കും. എന്ന് ഈ പന്ന പരട്ടകളുടെ കളി കാണാൻ തുടങ്ങിയോ, ഓരോരുത്തന്മാര് ബോൾ എറിയാൻ വരുമ്പോ അടിക്കുന്ന ഹാർട്ട് ലപ്പുട്ടപ്പ് കണ്ട് ഇപ്പൊ പൊട്ടുന്നുള്ള രീതിയിൽ. എന്തിനടേ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഇന്നത്തെ ടീം കണ്ടപ്പോ തന്നെ പകുതി ഗ്യാസ് പോയി. ഷോട്ട് ഞാൻ വിചാരിച്ചു ഈ അലവലാതിനൊക്കെ എന്തിനടെ ഇറക്കണം? അവസാനത്തെ കളിയല്ലേ, ഏതോ ഫോറസ്റ്ററോ അങ്ങനെ ഏതൊക്കെയുണ്ട്, അവനൊക്കെ ഒരു ചാൻസ് കൊടുക്കുക. ആകാശ് പറഞ്ഞ ആ ചെറുക്കൻ ഒരു ചാൻസ് കൊടുക്കുക. മറ്റേ ഷോട്ടിനെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് തൊലഞ്ഞു. ആകെ പ്രശാന്ത് ബീർ ഇതിനേക്കാളും ഭേദമാണെന്ന് അപ്പൊ എനിക്ക് സ്ക്വാഡ് കണ്ടപ്പോ തോന്നി. ഓപ്പണിംഗ് ഇറങ്ങി ശുഭ്മാൻ ഗില്ലും സായി സുദർശനും. ശുഭന്മാരുടെ വിക്കറ്റ് എടുക്കൽ പിന്നെ പോസിബിൾ അല്ല. പൊക്കി അടിച്ചാലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉരുട്ടി അടിക്കലാണ്. 4 മാത്രമേ അടിക്കുള്ളൂ. അത് ഈ പണ്ടാരങ്ങൾ ഔട്ടാവണ്ടേ? മുക്കിത്തൂറിയിട്ടാണ് ഒരു വിക്കറ്റ് എടുത്തത്. അത് 100-120 ഒക്കെ എത്തിയപ്പോ ആകെ ഒരു സമാധാനം ഉണ്ടായിരുന്നത്, ഒരു സ്ഥലത്ത് ശുഭ്മാൻ ഗിൽ അടിച്ചു കയറ്റുമ്പോഴും സായി സുദർശൻ ടക്ക് മൊക്ക് കളി സ്ലോ ഒക്കെ ഉണ്ട്. ചെന്നൈയുടെ കളി തന്നെ ഭയങ്കര ഒരു വെറുപ്പിക്കുന്ന കളിയാണ് ഇപ്പോ. എന്നാ ഇവന്മാരെ അതിലേറെ വെറുപ്പിക്കലാടേ. ഒരു 2020 കളി കാണുന്ന പോലെയും തോന്നില്ല. ഞാൻ അതുകൊണ്ട് ഗുജറാത്തിന്റെ കളിയെ കാണാറില്ല. ബോളിംഗ് അടിപൊളിയാട്ടോ ഇവര് ഗുജറാത്തിന്റെ. ജാട്ടിയുടെ ബാറ്റിംഗ് അൺസഹിക്കബിൾസ് ആണ്. എന്നാ പിന്നെ ഒരെണ്ണം പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാച്ച്, ആ മറ്റേ എഡ്ജ് ഉണ്ടായിരുന്നു. ഗുർജൻ പ്രീതും അപ്പീൽ ചെയ്തില്ല. ആ മറ്റേ ഊറിൽ പട്ടേലായിരുന്നു എന്താ കീപ്പർ. സഞ്ജു സാംസൺ ഇഞ്ചുറി പറ്റിയിട്ട് അണ്ണനും അപ്പീൽ ചെയ്തില്ല. ആറ്റുനോറ്റ് അവൻ എറിഞ്ഞു തരുന്ന വിക്കറ്റ് പോലും അപ്പീൽ ചെയ്ത് എടുക്കാനുള്ള കഴിവില്ല. പിന്നെ ഒരുത്തൻ കുക്കാപൂര ബാറ്റും കൊണ്ട് വന്നിട്ട് അടിച്ചു തൂറിക്കാൻ വേണ്ടി തുടങ്ങി. 230 അവര് ടോട്ടൽ അടിച്ചു. ഇവര് ചെന്നൈയുടെ ബോളിങ്ങിനെ പറ്റി പറയുമ്പോൾ ആദ്യം ബാറ്റിങ്ങിനെ പറ്റി പറയണം. ഞാൻ നോക്കുമ്പോ സഞ്ജു സാംസണും അതേപോലെ തന്നെ ഷോട്ടും കൂടി വരുന്നു. ഋതുരാജ് പവർ പ്ലേയിൽ വാഴ നടലാണ് പറഞ്ഞിട്ട് അണ്ണൻ ഓപ്പണിംഗ് ഇറങ്ങിയില്ല. രണ്ടാമത്തെ ബോൾ അണ്ണൻ കെട്ടിയെടുക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാനൊക്കെ അവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഋതുരാജ് ഓപ്പണിംഗ് ഇറങ്ങാതിരിക്കുന്നത് കണ്ട്. അപ്പോഴും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഷോട്ടിനെ പറ്റിയിട്ട്. ആൻഡ് സഞ്ജു സാംസൺ ഗോൾഡൻ ഡക്ക്. സാംസൺ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സഞ്ജുവിന്റെ ഷോട്ട്, ഇപ്പൊ എനിക്ക് കുറെ തെറിയും കാര്യങ്ങളൊക്കെ കേൾക്കും, എന്നാലും പറയാണ് സഞ്ജു സാംസൺ ഷോട്ട് കളിക്കുമ്പോൾ ഫുട്ട് മൂവ്മെന്റ് ഇല്ല. ഈ മറ്റേ ഒരു ശില അവിടെ പ്രതിഷ്ഠിച്ച പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു അവിടെ നട്ട പോലെയാണ് അണ്ണൻ ഷോട്ട് കളിക്കുക. പിന്നെ എങ്ങനെ ഔട്ട് ആവാതിരിക്കുന്നത്? ഡക്ക് പോയി. അണ്ണനെയും പറഞ്ഞിട്ട് കാര്യമില്ല, മടുത്തുണ്ടാവും ഈ അലവലാതി ടീമിൽ വന്നിട്ട്. ഞെട്ടിച്ചത് മാച്ച് ഷോട്ടാണ്.
ഇജാതി തങ്കക്കുടത്തിനെയാണോ നിങ്ങൾ മിഡിൽ ഓർഡറിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത്? അന്ന് സൺറൈസേഴ്സിന്റെ ഒപ്പം ആ കളി തോക്കാൻ കാരണം ഈ അലവലാതിയാണ്. ഇതിന് മുക്കി തൂറിയിട്ട് പോലും ഒരു 4ഉം 6ഉം അടിക്കാൻ വയ്യ. ഇന്ന് ഇവൻ 152 എറിയണ റബാഡെ 6 അടിക്കുന്നു, അടുപ്പിച്ച് 4 അടിക്കുന്നു, സ്കൂപ്പ് അടിക്കുന്നു. ഇപ്പൊ ഫ്ലെമിങ്ങിനും ടീമിനൊന്നും ഇവൻ മിഡിൽ ഓർഡർ കളിക്കേണ്ട ബാറ്റ്സ്മാൻ അല്ല, ടോപ്പ് ഓർഡർ കളിക്കേണ്ട ബാറ്റ്സ്മാൻ ആണെന്ന് അറിയില്ല. പിന്നെ ആരെ വായി നോക്കാനാണ് അവിടെ മറ്റേ ഡഗ് ഔട്ടിൽ കെട്ടി പണ്ടാറടക്കി ഇരിക്കുന്നത്? ഇവൻ ഇന്നത്തെ കാലത്ത് ചെറിയ പിള്ളേർക്ക് വരെ അറിയാം ഏത് പ്ലേയേഴ്സ് എവിടെയാണ് ഷൂട്ട് ആവാന്ന്. ഫ്ലെമിങ്ങിന് അതും അറിയില്ലെങ്കിൽ കപ്പലണ്ടി കുറിക്കാൻ അറിയോ? ഋതുരാജിന്റെ ഇന്റന്റ് 6 6 4 അണ്ണനും കയറിപ്പോയി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കാണിച്ചത് ഇന്റന്റ് ഒന്നും ആയിരുന്നില്ല, സൂപ്പർ 6 കോമ്പറ്റീഷൻ ആയിരുന്നു. അത് കളി കഴിഞ്ഞിട്ടാണ് നടത്തുക, കളിക്കിടയിലല്ല. ബോളേഴ്സ് വരെ വരുന്നു, 6 അടിക്കുന്നു, അടുത്ത ബോളിൽ പോണു. ഒരു പാർട്ട്ണർഷിപ്പ് ഒന്നും വേണ്ടേ? ഒരു ബോധം വേണ്ട. ഇന്ന് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്വാളിഫൈ ആവാൻ പറ്റുന്ന ഒരു ബോധം വേണ്ടേ? കാർത്തിക് ശർമ്മ, ഊർവിൽ പട്ടേൽ. ഊർവിൽ പട്ടേലിനെ പറ്റി ഞാൻ അന്ന് എന്തോ പറഞ്ഞപ്പോ ആരോ പറഞ്ഞു, ബ്രോ 6 അടിക്കലല്ലേ ഇന്റന്റ്. ഇത് എന്തോന്ന് ഇന്റന്റ്? പ്രോപ്പർ ആയിട്ട് അണ്ണങ്ങനെ ഫ്ലിക്ക് ചെയ്ത് വിടുകയാണ്. എന്നാ അടിച്ചോ പിടിച്ചോ. ഞാൻ 6 മാത്രമേ അടിക്കുള്ളൂ. ഇത്ര 4 ആയിട്ട് എന്താണ് നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടാ? കടിച്ച 4 പിടിച്ചിട്ട് 6 അടിക്കാൻ വേണ്ടിട്ട് സകലമാന ശക്തി എടുത്ത് അടിക്കും, കറക്റ്റ് ക്യാച്ചും പിടിച്ച് പോകും. ഡക്ക്, അടുത്ത ഡക്ക്. കാർത്തിക് ശർമ്മ വന്നു. കാർത്തിക് ശർമ്മ എന്തൊക്കെയോ ചെയ്യാൻ നോക്കി, പോയി. ആ ഷോട്ട് ഒരു പ്രോമിസിങ് ബാറ്റർ ആണ് തോന്നിച്ചു, പോയി. ഡൂബെ വന്നു 7ാമത്തെ ഓവറാകുമ്പോഴേക്കും. ആൻഡ് ഇന്നത്തെ കളി ഡൂബയുടെ കളി നൈസ് ആയിരുന്നു കേട്ടോ. ഡൂബെ അടിക്കേണ്ടതൊക്കെ അടിച്ചു. മേ ബി ഇങ്ങനത്തെ ഒരു കളി കളിച്ചു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ റീറ്റെയിൻ ചെയ്യും പറഞ്ഞിട്ടായിരിക്കും. ഒരിക്കലും ചെയ്യരുത്. ഇജാതി അലവലാദികളൊക്കെ ആദ്യം എടുത്ത് പുറത്തിടണം. ഒരു കളി എന്തോ മുക്കിത്തൂറി 17 ബോൾ 40 50 ഒക്കെ അടിച്ചുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്യരുത്. അവൻ അത്രയും കളി തോൽപ്പിച്ചിട്ടുണ്ട്. ഇവൻ ബാറ്റിംഗ് ബോളറിന് കൊടുത്ത റണ്ണ് വരെ അവൻ പല കളി എടുത്തിട്ടില്ല. ബ്രെവിസ് 10 ബോളിൽ 8 റൺ. വരുന്ന ബോളേഴ്സ് കമ്പോജ് വരെ 6 അടിക്കുന്നു. ബ്രെവിസിനോട് 6 അടിക്കാൻ വയ്യ. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ബ്രെവിസിനൊക്കെ മടുത്തുണ്ടാവും. അത്ര ചത്തിട്ടാണ് ബ്രെവിസ് ഫീൽഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ജീവൻ കൊടുത്തിട്ട്. എന്നിട്ടോ കളിപ്പിക്കേണ്ട പൊസിഷനിൽ കളിപ്പിക്കൂല. സൗത്ത് ആഫ്രിക്കയില് എനിക്ക് തോന്നുന്നു മറ്റേ 2 ഡൗൺ എന്തോ ഇറങ്ങുന്ന പ്ലെയറിനെ കൊണ്ടായിട്ടാണ് ഫിനിഷർ ആക്കിയിരിക്കുന്നത്. സോ ഓപ്ഷനിൽ കുറെ എണ്ണം മിച്ചർ തിന്നാൻ പോയിണ്ടായിരുന്നല്ലോ, ഫിനിഷേഴ്സിന് എടുക്കാൻ അറിയില്ലേ? ധോണി ഫിനിഷർ ഉണ്ട്. 44 45 വയസ്സായ ഒരു മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ടീം ഇരിക്കുന്നത് വെച്ചാൽ നിന്നെയൊക്കെയാണ് ആദ്യം ചൂറിലെടുത്ത് പൂച്ചുണ്ട്. നല്ല പേരയുടെ കമ്പ് കൂട്ടി ചന്തി കടിക്കണം. മാനേജ്മെന്റ് ആണ് ഇത്ര. കമ്പോജ് വരുന്നു, 2 6 അടിക്കുന്നു, കമ്പോജ് പോയി. 140 എന്തോ ഓൾ ഔട്ടായി, 90 റണ്ണിന് തോറ്റു. അതെങ്ങനെ? ഏകദേശം എത്ര 10 ഓവർ എന്തോ ബാക്കിയുണ്ട്. ഇനി നാണുണ്ടോ ഹേ? സിറാജ് ഒക്കെ ആദ്യത്തെ 2 ഓവറിൽ 3 വിക്കറ്റ് ഇട്ട് എടുത്തിരിക്കുന്നു. 10ാമത്തെ ഓവർ ആകുമ്പോഴേക്കും മറ്റേ 100 അഹമ്മദ് ഇറങ്ങിയിരിക്കുന്നു. അയ്യേ, ഒന്നും പറയാനില്ല. ഈ സീസൺ കഴിഞ്ഞു. ഈ സീസൺ പറഞ്ഞ ഇജാതി എനിക്ക് വായിൽ തെറിയാണ് വരുന്നത്. പിന്നെ അത് പറയാൻ പാടില്ലല്ലോ കൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഒരു വിക്കറ്റ് എടുക്കാൻ തുപ്പില്ല, റിവഞ്ച് എടുക്കാൻ വന്നിരിക്കുന്നു അലവലാദികള്. കമ്പോജ് ക്യാബേജ് അണ്ണൻ. കമ്പോജ് അല്ല, അവൻ ക്യാബേജ് ആണ്. ബട്ട്ലർ 23 ബോളിൽ 51, റിവി 24 ബോളിൽ 57 റൺ കൊടുത്തു. എന്തിന് ഫിനിഷർ? സ്വന്തം ടീമിനെ ഫിനിഷ് ചെയ്യാൻ തന്നെ ഒരു ഭൂതം ഉണ്ടല്ലോ അവിടെ. ഇന്ന് അവനെ മാറ്റിയിട്ട് അവസാന കളിയാണ് മാറ്റി ആകാശ് മൺവാളിനൊക്കെ ഒരു ചാൻസ് കൊടുക്കുക. യോർക്കർ കിങ് എന്നൊക്കെ ആ ചെറുക്കനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. വേറെ ഏതോ റീപ്ലേസ്മെന്റ് കോക്ക അങ്ങനെ ഏതോ ഒരുത്തനെ എടുത്തിട്ടുണ്ട്. മാക്ക് കൊറോണ എന്നൊക്കെ പറഞ്ഞിട്ട്, മക്നീൽ അങ്ങനെ എന്തോ പേര്. അവനൊരു ചാൻസ് കൊടുക്കുക. ഇന്നത്തെ കളിയില് ഗുർജപ്നീത് മാത്രം മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് പറയും ഇത് ബാറ്റിംഗ് വിക്കറ്റ് ആണ്, ബോളേഴ്സിന് ഡിഫിക്കൽട്ട് ആണ്. പിന്നെ മറ്റേ ജട്ടി ടീം ആരാണ്? അവരെങ്ങനെ ബോൾ ചെയ്ത് വിക്കറ്റ് എടുത്തപ്പോ? അവര് മറ്റേ ആകാശത്ത് നിന്ന് പൊട്ടി വീണൊന്നും അല്ലല്ലോ. ഒരു തേങ്ങാക്കൊല. സമാധാനം പറഞ്ഞ സാധനമില്ല ഈ അലവലാദികളുടെ കളി കാണാൻ തുടങ്ങിയതിന് ശേഷം. രാത്രി ഒന്നും ഉറക്കം പോലും കിട്ടുന്നില്ല. അറിയോ? മഞ്ഞ പറഞ്ഞ ജേഴ്സീസ് ആക്ച്വലി എപ്പിക്. ബ്രസീല്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പിന്നെ ഫാൻസിന്റെ കാര്യത്തിൽ പറയാം. ആ ജേഴ്സി ആണോടെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തീട്ട കളിയും കളിച്ചിട്ട് കളയണത്? സോ ഞാൻ ഒരു കാര്യം ഡെഫിനറ്റ് ആയിട്ട് എടുത്ത് പറയാം. മുംബൈ ഇന്ത്യൻസ് എന്തായാലും ഹാർദിക് പാണ്ഡ്യയെ കളഞ്ഞ മട്ടാണ്. അത് ഇന്നലത്തെ കളി കണ്ടാൽ തന്നെ അറിയാം.
ടീമിലെ 10 പേര് അണ്ണനെതിരായിരുന്നു. ഞാൻ ഒരു കാര്യം ഭയങ്കര സീരിയസ് ആയിട്ട് പറയണം. ഹാർദിക് പാണ്ഡ്യ ചിലപ്പോൾ ഫോം ഔട്ട് ആയിരിക്കും, നമ്മൾ ഓറ ഫാമർ കണ്ട് കളിയാക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അങ്ങേര് ഇന്ത്യൻ ടീമിന് വേണ്ടി എസ്പെഷ്യലി ഈ അടുത്ത് കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ചെയ്ത കാര്യമൊന്നും ആരും മറക്കാനൊന്നും നിൽക്കരുത്. ഹാർദിക് പാണ്ഡ്യ ഈസ് ഹാർദിക് പാണ്ഡ്യ. അത് വേറെ റേഞ്ച് മനുഷ്യനാണ്. ആളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു ബോൾ ആൾക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ബോളിൽ അവന് വിക്കറ്റ് എടുക്കാനുള്ള ഹാർദിക് പാണ്ഡ്യയുടെ കോൺഫിഡൻസ് അത് നമ്മൾ മറക്കരുത്. GT അടുപ്പിച്ച് കപ്പ് അടുപ്പിക്കൽ അടുത്ത സീസണിൽ റണ്ണറപ്പ് ആക്കിയ ആളാണ്. ഇതിപ്പോ പറയാൻ കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് ഹാർദിക് പാണ്ഡ്യ എടുക്കണം അറ്റ് എനി കോസ്റ്റ്. ക്യാബേജിനെയോ ബീട്രൂട്ടിനെയോ ക്യാരറ്റിനെയോ മത്തങ്ങ യവനെ വേണേ കൊടുത്തിട്ടായാലും. ആ ഡൂബേനും ക്യാബേജിനും വേണി ബ്രവിസിനെ കൊടുക്കണ്ട. ബ്രവിസ് ഇസ് മൈ ഫേവറേറ്റ്. ക്യാബേജിനും ഡൂബേനും കൊടുത്തിട്ട് ഹാർദിക് പാണ്ഡ്യ എടുക്ക്. ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗിൽ ക്ലിക്ക് ആവുന്നില്ല എന്നൊക്കെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എടേ ചെന്നൈ സൂപ്പർ കിങ്സിന്, ചെന്നൈ അല്ല മുംബൈ ഇന്ത്യൻസിന് ഒരു പ്രോപ്പർ ഫിനിഷർ ഉണ്ടാ. ഹാർദിക് പാണ്ഡ്യ മുമ്പ് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊള്ളാഡിന്റെ ഒപ്പം, കൃണൽ പാണ്ഡ്യയുടെ ഒപ്പം ഒക്കെയാണ്, ടിം ഡേവിഡിന്റെ ഒപ്പം ഒക്കെയാണ്. അല്ലാതെ ഒരു LG സാംസങ്ങിന്റെ ഒപ്പം ഒന്നും അല്ല. എന്നിട്ട് ഹാർദിക് പാണ്ഡ്യ കളിക്കില്ല. പല കളിയിലും ഹാർദിക് പാണ്ഡ്യ ബോൾ ചെയ്തിട്ട് കുറെ ഡോട്ട് ബോൾസ് ഇട്ട് കൊടുത്തിട്ട് കളി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോ അധികം വിക്കറ്റ് എടുക്കാൻ പറ്റിണ്ടാവില്ല. എങ്ങനെ ഇന്നലത്തെ കളി മാത്രം നോക്ക്. KKRന്റെ പവലിന്റെ വിക്കറ്റ് ക്യാച്ച് ദീപക് ചഹാർ എന്താ മാനത്ത് കൂടെ റോക്കറ്റ് പോകുന്നുണ്ട്, അത് നോക്കി നിൽക്കുന്നു. സോ ബ്രിങ് ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യ നമ്മുടെ ടീമിന് സെറ്റാണ്. ക്യാപ്റ്റൻ ഒന്നും ആക്കൊന്നുമില്ല. ഹാർദിക് പാണ്ഡ്യ ടീമിൽ കൊണ്ടുവരിക. സഞ്ജു സാംസൺ നമ്മുടെ ടീമിൽ വേണം. ഹീസ് എ ജം. ഈ സീസണിൽ ചെന്നൈക്ക് വേണ്ടി ഉയിര് കൊടുത്ത് കളിച്ച 2 പ്ലേയേഴ്സ്, ഒന്ന് സഞ്ജു സാംസൺ, ഒന്ന് ജെയ്മി ഓവർട്ടനും. അവർ രണ്ടുപേരും അവിടെ ഇരിക്കട്ടെ. ഉരുൾ പട്ടേലിനൊക്കെ കളയാൻ പറ്റുക കളഞ്ഞോ, ഇല്ലെങ്കിൽ വെച്ചോ. ആയുഷ് മാത്രമേ അവൻ ഇരിക്കട്ടെ. സോ അപ്പൊ തന്നെ നമ്മുടെ ബാറ്റിംഗിൽ ടോപ്പ് ഓർഡർ അടിപൊളി. ഒരു ഫോറിൻ ഓപ്പണറിനെ സൈൻ ചെയ്യുക. കിഡു ഹിറ്റർ ആയിട്ടുള്ള മറ്റേ ജെയ്ക്ക് ഫ്രേസർ മഗ്രിക്ക അങ്ങനെ ഏതോ ഒരു പ്ലെയർ ഉണ്ടായിരുന്നില്ലേ DC-യിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. എടേ അവനൊക്കെ എടുക്കടേ. അവൻ ഒരു സീസണിൽ ഫോം ഔട്ട് ആയി പറഞ്ഞ ആ ചെക്കൻ തട്ടിക്കഴിഞ്ഞ ബോള് ഗ്രൗണ്ടിന്റെ വെളിയിൽ പോകും. ആ ഒരു 6 ഹിറ്റിംഗ് ഇന്റന്റ് ഉള്ള ഒരു പ്ലെയർ ആണ്. വേണമെങ്കിൽ മുംബൈ ഇന്ത്യൻസിനെ ഹാർദിക് പാണ്ഡ്യ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഋതുരാജിനെ തരാൻ പറഞ്ഞാൽ കൊടുത്തോ, കണ്ണും പൊട്ടി കൊടുത്തു. ഒരു ആവശ്യമില്ല. എന്തിന് ഇടയ്ക്ക് ഒരു റൺഔട്ട് തരും, അതിന് മാത്രമുണ്ട്, വേറെ ഒരു ഗുണവുമില്ല. ഓവർട്ടനെ നമുക്ക് വേണം, ബ്രവിസിനെ നമുക്ക് വേണം. 2 പേര് ഇരിക്കട്ടെ. കാർത്തിക് ശർമ്മ ഈ സീസൺ വളരെ വൃത്തിക്കായിട്ട് അവസാനം കളിച്ചിട്ടുണ്ടായിരുന്നു. സർഫറാസ് ഖാനെ റീറ്റെയിൻ ചെയ്യും. ഋതുരാജിന് പകരമൊക്കെ പല കളിയിലും സർഫറാസ് ഖാൻ ഇറക്കിയിട്ട് വെച്ചാൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്, റിസൾട്ട് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. പ്രശാന്ത് വീറിനൊക്കെ കളി 10, 15, 20 ഉറുപ്പിയാണ് തന്നു വെച്ചാൽ കളി, ഒരു ആവശ്യമില്ല. ഒരു 10 കളിയൊക്കെ നമുക്ക് ഒരു പ്ലെയറിന് കഴിവ് തെളിയിക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റും. ഇത് ഡൂബയുടെ വേറെ ഫോമാണ്. സ്ലോ ബോൾസ് ഇട്ട് കൊടുത്താൽ പിക്ക് ചെയ്യാൻ പറ്റില്ല. ഡൂബേനെ കളയും. കമ്പോജിനെയും കളഞ്ഞോ. സീരിയസ്ലി ഞാൻ പറയാണ്, കമ്പോജ് 19-20 വിക്കറ്റ് വേണമെങ്കിൽ എടുത്തിട്ടുണ്ടാവും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു 4 ഒരു 6 പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള കോൺഫിഡൻസ് ഒന്നും കമ്പോജിനില്ല. എല്ലാ ബൗളേഴ്സും ബാറ്റ്സ്മാൻമാർക്കും അറിയാം കമ്പോജിന്റെ ട്രിക്ക് എന്താണെന്ന്. റൗണ്ട് ദ വിക്കറ്റ് വരും, വൈഡ് യോർക്കർ എറിയും. ബട്ട്ലറൊക്കെ സിമ്പിൾ ആയി റീഡ് ചെയ്തിട്ടാണ് അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നത്. ഗുർജപ്നീത് ഇരിക്കട്ടെ, ഹി വാസ് നൈസ്. പിന്നെ മറ്റേ ഫോറസ്റ്റർ പറഞ്ഞിട്ടൊരു പയ്യനെ റീപ്ലേസ് എടുത്തിട്ടില്ല. ആ ഷോട്ടിനൊക്കെ ഒഴിവാക്കിയിട്ട് ഫോറസ്റ്റർ റീറ്റെയിൻ ചെയ്യും. അപ്പൊ തന്നെ ടീമൊക്കെ ഒന്ന് സെറ്റ് ആവും. ഇപ്പൊ മറ്റേ സ്പെൻസർ ജോൺസനെ പറയും ആൾക്കാർ, സ്പെൻസർ ജോൺസൺ അടിവാനിക്കുന്നുണ്ടെന്ന്. സ്പെൻസർ ജോൺസനെ ന്യൂ ബോൾ കൊടുക്കാതെ സ്പെൻസർ ജോൺസനെ മിഡിൽ ഓവേഴ്സ് കൊടുക്ക്. സ്പെൻസർ ജോൺസൺ ആദ്യത്തെ ഓവറിൽ എന്തോ 15 റൺ എന്തോ പോയിട്ട് ടോട്ടൽ 4 ഓവർ 47 റണ്ണാ കൊടുത്ത്. അതായത് ബാക്കി 4 ഓവറിൽ ഏകദേശം പോയി കഴിഞ്ഞാൽ എത്ര 47 - 15 32 റൺ. അത് ഈ ഒരു ബാറ്റിംഗ് വിക്കറ്റില്. ഈസ് നൈസ് ആക്ച്വലി. സ്പെൻസർ ജോൺസനെ നമ്മൾ കീപ്പ് ചെയ്യണം. പക്ഷെ മിഡിൽ ഓവേഴ്സ് കൂടുതൽ സ്പെൻസർ ജോൺസന് കൊടുക്കണം. 100 അഹമ്മദിനെ കീപ്പ് ചെയ്യണം, അക്വൽ ഹുസൈനെ കീപ്പ് ചെയ്യണം. അങ്ങനെ ആവശ്യമില്ലാത്ത അലവലാദികളൊക്കെ ചവിട്ടി പുറത്താക്കിയിട്ട് നല്ലൊരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാം. ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ ഞാൻ മനീഷ് പാണ്ഡേനൊക്കെ എടുത്തുകൂടായിരുന്നില്ലടേ. നല്ല എക്സ്പീരിയൻസ് പ്ലെയർ, കിഡു ഫീൽഡറാണ്. ഇന്നലത്തെ കളി നോക്കിയാൽ മതി, MI വേഴ്സസ് KKR. ആ ടീം KKR ജയിക്കാൻ ഒരൊറ്റ കാരണം മനീഷ് പാണ്ഡെ 1 ഡൗണിൽ വന്നു. അത്രയും ഒരു ബോളിംഗ് വിക്കറ്റ് ആയിട്ടും കൂടിയിട്ട് ഹി പ്ലേഡ് റിയലി വെൽ. ഒരു പ്രഷറും ഇല്ലാത്ത ബുംറയൊക്കെ അടിച്ചു വിട്ടിരിക്കുന്നതാണ് ഫോറൊക്കെ സിമ്പിൾ ആയിട്ട്. ആൻഡ് ഈസ് എ ഗുഡ് ഫീൽഡർ ടു. ആ 1 ഡൗൺ ആയിട്ട് മനീഷ് പാണ്ഡേക്ക് വരെ മറ്റേ രഘുവൻഷി കണ്ടിട്ട് ഉറപ്പാണ് തോറ്റുണ്ടാവും. സോ ആ മനീഷ് പാണ്ഡെ എടുക്കുക, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പ്ലേയേഴ്സ്, സ്റ്റീവൻ സ്മിത്തിനെ എടുത്തിട്ട് വെച്ചാലൊക്കെ ഒരു എക്സ്പീരിയൻസ് പ്ലെയർ ടീമിലുള്ള നല്ലതാണ്. ഇല്ലെങ്കിൽ കണ്ടില്ലേ ഈ സൂപ്പർ 6 ചാലഞ്ച് പോലെ വരിക 6 അടിക്കുക പോവാ, വരിക 6 അടിക്കുക പോവാ, നോൺസെൻസ്.
സോ ടു മീ പേഴ്സണലി ചെന്നൈയുടെ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും നക്കിയ സീസൺ ആയിരുന്നു. എന്തടേ ഇത്, ഒരു സീസണില് ഫുൾ ഡാഡീസ് ആർമിയെ കൊണ്ടുവന്നിട്ട് കപ്പടിച്ചവരാണ് ഇവര്. ആൻഡ് പിന്നെ നോക്കുന്നു ഡാഡീസ് ആർമി ക്ലിക്ക് ആവുന്നില്ല. 2020 പറ്റാത്ത ആൾക്കാരെ ഡാഡീസ് ആർമി വന്നിട്ടാണ് ഈ നരിന്തിനി പൊരിന്തിനി എല്ലാത്തിനും തൂക്കിയിട്ട് വന്ന്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഫുൾ ഇഞ്ചുറീസ്. അവർക്ക് എങ്ങനെ കളിക്കണം എന്നറിയില്ല, ഏത് ഇന്റന്റിൽ കളിക്കണം എന്നറിയില്ല, എവിടെ പാർട്ട്ണർഷിപ്പ് എടുക്കണം എന്നറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഋതുരാജിനെക്കാൾ ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റൻ ആയിരിക്കും സഞ്ജു സാംസൺ. ഡെഫിനറ്റ്ലി ഋതുരാജ് പലപ്പോഴും ചെയ്യണ ശ്രദ്ധിച്ചിട്ടുണ്ടാ, അണ്ണൻ പോയിട്ട് ബൗണ്ടറി ലൈനിൽ നിൽക്കുന്നതാണ്. ഒരു ക്യാപ്റ്റൻ ബൗണ്ടറി ലൈനിൽ കൊണ്ട് നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കും? പലപ്പോഴും സഞ്ജു ഒക്കെയാണ് 100 അഹമ്മദിന് വന്നിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, പേസ് കമ്മിയാക്ക്, പേസ് കൂട്ട്, അങ്കിടറി ഇങ്കിടറി വന്നിട്ട്. പിന്നെ ഋതുരാജിന്റെ ആവശ്യം എന്താ? ആ ഗില്ലൊക്കെ ഓരോ ഷോട്ട്സ് കളിക്കണതാണ്. എന്ത് ക്ലാസി ആയിട്ടാണ് അണ്ണൻ കളിക്കുന്നത് അറിയോ? എനിക്ക് ഇഷ്ടമല്ല ആ ടീമിനെ. സ്റ്റിൽ ദാറ്റ് ഈസ് ക്വാളിറ്റി ഷോട്ട്സ്. ഫുട് വർക്ക് നോക്ക്, സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കണം നോക്ക്. ഇവിടെ ഉണ്ട് ഓരോരുത്തർക്ക് ഫുട് വർക്കും ഇല്ല, ഒരു തേങ്ങയില്ല, ബോൾ പിക്ക് ചെയ്യാനും അറിയില്ല. സോ ഒരു സമയത്ത് ഏതൊരു ആർട്ടിക്കിളിൽ കണ്ടതാണ്, ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒപ്പം കളിക്കാൻ, ഫൈനൽ കളിക്കാൻ വേണ്ടി ബാക്കിയുള്ള ടീംസ് കോമ്പീറ്റ് ചെയ്യുന്നു. ഇന്ന് അതാണ് അവസ്ഥ. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ 4ാം സ്ഥാനത്ത് വരാൻ ഏറ്റവും യോഗ്യതയുള്ള ടീം KKR ആണ്. അല്ലെ 7 കളി ജയിച്ചിട്ട് ബാക്കി 6 കളി അടുപ്പിച്ച് തോറ്റ പഞ്ചാബാണോ വരണ്ടേ? ഇവർക്ക് 1 പോയിന്റ് ആയിരുന്നു ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്, അത് മഴ കാരണം. എന്നിട്ട് അവര് ഇപ്പൊ 13 പോയിന്റിൽ എത്തി നിൽക്കേണ്ടി വെച്ചാൽ they deserve a place, they freakingly deserve a place. വേറെ ഒരു ടീമും ഡിസേർവ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. KKR വരട്ടെ എന്നാണ് എന്റെ പേഴ്സണൽ ആഗ്രഹം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നോക്കാം. എന്തായാലും ഈ സീസൺ മിക്കവാറും RCB അല്ലെങ്കിൽ GT തന്നെ കപ്പടിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്.